നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഇറാന് നേരെ ഇസ്രയേലിന്റെ അപ്രതീക്ഷിത തിരിച്ചടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ വിലക്കുകളെയും അഭ്യർത്ഥനകളെയും പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ നെഞ്ചിലേക്ക് യുദ്ധവിമാനങ്ങൾ അയച്ചത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രീസ്, ഇസ്ഫഹാൻ, കരാച്ചി തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെ വൻ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾക്ക് മറുപടിയായാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ നീക്കം. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ മിസൈൽ ആക്രമണങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. ഇതോടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര തലത്തിലെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദവും പരസ്യമായ വിലക്കുകളും മറികടന്ന് ഇസ്രയേൽ ഇറാന് നേരെ തിരിച്ചടി നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പോലെ ശക്തനായ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ നെതന്യാഹു പരസ്യമായി തള്ളിക്കളഞ്ഞു എന്നത് വൈറ്റ് ഹൌസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. ഈ നീക്കം ഇസ്രയേൽ അമേരിക്ക ബന്ധത്തെ വരും ദിവസങ്ങളിൽ ബാധിക്കും. താൻ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇസ്രയേൽ അത് അട്ടിമറിക്കുന്നത് ട്രംപ് ഗൗരവമായി കാണും. ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനം അമേരിക്കൻ ഭരണകൂടത്തിന് നെതന്യാഹുവിനോടുള്ള വിശ്വാസ്യത പാടെ ഇല്ലാതാക്കാൻ കാരണമായേക്കാം. മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാനും ഇറാനെ ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ട്രംപ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തോടെ ആ സമാധാന ശ്രമങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നു. അമേരിക്ക മുൻകൈയെടുത്തുണ്ടാക്കിയ വെടിനിർത്തൽ കരാറുകൾ ഇസ്രയേൽ തന്നെ ലംഘിക്കുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നയതന്ത്ര സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കും. ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും ഇത് ദോഷകരമായി ബാധിച്ചേക്കാം. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുള്ളതുകൊണ്ടാണ് പല അന്താരാഷ്ട്ര വേദികളിലും ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അമേരിക്ക ഇസ്രയേലിനായി വീറ്റോ അധികാരം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാതെ മുന്നോട്ട് പോയാൽ ഭാവിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുമ്പോൾ അമേരിക്ക പഴയതുപോലെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങണമെന്നില്ല. ഇത് ഇസ്രയേലിന് വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കും. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വടക്കൻ ഇസ്രയേലിന് നേരെ ഇറാൻ 10ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണിതെന്നാണ് ഇറാൻ ഭരണകൂടം അവകാശപ്പെട്ടത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ താൽക്കാലിക യുദ്ധവിരാമത്തിന് ഇറാൻ സമ്മതിച്ചതിനു ശേഷം ഇസ്രായേലിന് നേരെ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇത്. ഈ പ്രകോപനത്തിന് മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ വ്യോമസേന ശക്തമായ തിരിച്ചടി നൽകിയത്. വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചു. തലസ്ഥാനത്തെ പ്രധാന വിമാനത്താവളമായ ഇമാം ഖൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ടെഹ്റാനിലെ മെഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായാണ് സൂചനകൾ. ഇറാനിലെ പ്രധാനപ്പെട്ട 15ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനിലെ ഒരു പ്രമുഖ ഡ്രോൺ സംഭരണശാലയും ഇസ്രായേൽ തകർത്തവയിൽ പെടുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം വായുവിൽ നിന്ന് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്ന് ഇറാന്റെ പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയും ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്.